ഹായ് ഗൈസ്. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. നടന്ന് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നായ്ക്കളുടെ കോളനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. വിജനമായ സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കയറി നോക്കാം. ഇതാണ് നായ്ക്കളുടെ കേന്ദ്രം. ചുറ്റും അതിലൊക്കെ ഇട്ടിട്ട് നായ്ക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നായ്ക്കളൊന്നുമില്ല. എവിടേക്കെങ്കിലും കറങ്ങാൻ വേണ്ടിയാകും. ഇവരെ കുറേ പരിപാടികൾ കാണിച്ചുതരാം. എല്ലാ വീട്ടിലും ഒരു ഷൂവോ ഒരു ചെരുപ്പോ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ ഇവിടെ വന്നിട്ടാണ് തപ്പുക. നായ്ക്കളെന്ന് പറഞ്ഞാൽ ഒരു 10-20 നായ്ക്കൾ ഉണ്ടാവും കേട്ടോ. രാവിലെയൊക്കെ നല്ല സ്വഭാവമായിരിക്കും, ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ സ്വഭാവം ആകെ മാറും. കുറേ സംഭവങ്ങളുണ്ട്. ചവിട്ടി കാണാം, ചെരുപ്പുകൾ കാണിച്ചു തരാം. എല്ലാവരുടെ വീട്ടിൽ ഒരു ചെരുപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് തപ്പിയാൽ കിട്ടുമെന്നാണ് പറയാം. അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ നായ്ക്കളുടെ വിളയാട്ടം. പക്ഷേ പകല് ഭയങ്കര മാന്യന്മാരാണ് കേട്ടോ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്താ ചവിട്ടി, ഷൂ. ഇതാണ് ഞങ്ങളുടെ കേന്ദ്രം. ഇവിടെ ഞങ്ങൾ ഫുട്ബോളൊക്കെ ആദ്യം കളിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഫുട്ബോളൊന്നും ഞങ്ങളിവിടെ കളിക്കാറില്ല. അപ്പോൾ ഒരു മാസമായിട്ട് വിജനമായി കിടക്കുന്ന ഒരു പ്രദേശമാണത്. നായ്ക്കൾക്ക് സുഖമായി ഒരു പണിയില്ലാതെ നടക്കാമെന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് കാണിച്ചു തരാം. ഈ വെള്ളാരം കല്ല് എന്നൊക്കെ പറയുന്ന സംഭവം, അതിൻ്റെ ഒരു വലിയൊരു കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾക്ക് പറയാറുള്ള വെള്ളാരം കല്ല്. ഇത് എങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി നോക്കണ്ടേ. എവിടെയെങ്കിലും എന്തെങ്കിലും കമ്പോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം. പിള്ളേരൊക്കെ ഓരോ സാധനമായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഉഷാറാണ്. എന്തെങ്കിലും കുഴിച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചെടുക്കാൻ പറ്റിയ ടീംസാണ് ഇവരൊക്കെ. എത്ര വലിപ്പമുണ്ടെന്നൊന്നും അറിയില്ല. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള വെള്ളാരം കല്ലാണ്. ഏതായാലും വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പണിയാവട്ടെ. കോൺഫിഡൻസ് കളയല്ലേ, ട്രൈ ചെയ്യ്. ചെറിയൊരു കമ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കടാ, അതിട്ട് കുത്തി വെക്ക്. കല്ലൊക്കെ വെച്ചടിച്ച് പരിപാടീസൊക്കെ നോക്കുന്നുണ്ട്. ഇത് കിട്ടണ ഒരു രക്ഷയില്ല തോന്നുന്നു. കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. പൊരിഞ്ഞ വെയിലാണ്. ഞാൻ കുറച്ചുകൊണ്ട് കയറി നിന്നു. ഇവിടെ ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമാണ്. ഞാനുണ്ട് കയറി നിന്നു. അവന്മാർ നല്ല പണിയെടുക്കലാണ്. നല്ല പണിയാണ്. എന്താണ് ചെക്കനെന്തോ കാര്യം എടുക്കാൻ വേണ്ടി പോവാണ്. എന്താ ദർശേ ഇവിടെ? ഓ, കരിങ്കല്ലോ. ഇതായിട്ട് എന്താ അടിക്കാനാണോ? പടി പൊട്ടിയോ? ഇത് നടക്കുവോ വല്ലതും? പിള്ളേർ മടുത്തിട്ട് എന്തോ ചെറിയ പരിപാടി ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താ
ഇതുകൊണ്ട് എന്താണ് മന്തിയെ കിട്ടുമോ? പക്ഷേ കാണിക്കടാ എന്താ ഉണ്ടായിരിക്കുന്നു. ഒമ്പോ ഓക്കെ ഓക്കെ. വല്ലതും നടക്കുമോ? കുറേ നേരമായല്ലോ പണി തുടങ്ങിയിട്ട്. ഇവനെങ്ങോട്ടാണ് ഈ പോകുന്നത്? കുഴിച്ചോണ്ടിരുന്നോ? ആഞ്ഞി കുഴിക്കടേ, സാധനം കിട്ടണ്ടേ. ഓഞ്ഞ എവിടെയാണോ കുറേ നേരമായി കത്തുകൾ തുടങ്ങിയിട്ട്. വരുന്നുണ്ടല്ലോ, ആളെ കൂട്ടിയിട്ടാണല്ലോ വരുന്നത്. എന്താ ദർശേ കയ്യിലെന്താണ്? അയ്യോ, സംഭവം കാര്യത്തിൽ എടുത്തിട്ട് അവര് ഇതൊന്ന് കുഴിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളത് തന്നെ തോന്നുന്നു. എന്തൊക്കെ പോലോ അരമണിക്കൂറിലേറായിട്ട് ഇത് 8 മണി തുടങ്ങിയിട്ട്. ചെക്കന്മാര് നോക്കട്ടെ. അതേടാ, മതി മതി മതി. നീ സാധനം അടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് മാറി ഈ സൈഡിൽ അടി തുടങ്ങിയിട്ടുണ്ട്. നീ പുറത്തുനിന്ന് ആളെ വിളിക്കണ? ഇളകുണ്ടിട്ടാ. സൂപ്പർ, സംഭവം സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊന്ന് അടിച്ചോടെ, ഈ മൂലയ്ക്ക്. എന്നിട്ടൊന്ന് ആ സൈഡും കൂടി ഒന്ന് ഇളക്കാം. നാല് മൂലയ്ക്ക് അടി തുടങ്ങിയിട്ടുണ്ട്. കൈക്കുമ്പോ തട്ട് നോക്കിക്കോട്ടാ. ഒക്കെ മേസരി പണിക്കാരായോ? പൊട്ടിപ്പോയല്ലോ, കുറച്ച് പൊട്ടിപ്പോ. സക്സസ്. വാവ്, ഇതാണ് നമ്മളെ വെള്ളാരം കല്ല്. ഇതിന്റെ പകുതി ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാവ്, സൂപ്പർ. നല്ല സൂപ്പർ കല്ലാണ്. ഇത് ഞങ്ങൾ കഴുകി അക്കോറത്തിലൊക്കെ വെക്കാനുള്ള പരിപാടീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൂപ്പർ, വൃത്തിയാക്കുക. അത് കുടിക്കാനുള്ള വെള്ളം. എന്തോ വലിയൊരു സംഭവം കഴിഞ്ഞ മാതിരി ഒരു മണിക്കൂർ ഞങ്ങൾ പരിശ്രമിച്ച് ഇത്രയും ചെറിയൊരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇതാ 3 പേര്, ഒരാളെ ഞങ്ങൾ എക്സ്ട്രാ പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടെടുത്തല്ലേ. എടാ എന്താ വരിക? വണ്ടി വരുമോ? അവിടെ വെച്ചോ വണ്ടി വിളിക്കാം. കൊണ്ടുപോകാനുള്ള സാധനം എത്തി, വണ്ടി എത്തി. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കിടക്കണം. ഓക്കെ, ഒരാൾ കയറിക്കണം ആദ്യം. അവിടെ. ഓക്കെ, ആ വെള്ളം കുപ്പി വേണം കൊണ്ടുപോയിക്കോ. വേണ്ടല്ലേ, ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. ഓക്കെ, ടാറ്റാ. ആയിട്ട് പോവുകയാണല്ലോ. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും കല്ല് കിട്ടിയ സന്തോഷത്തിലേ ഞങ്ങളെ ചുറ്റികൊക്കെ എടുക്കാൻ മറന്നു. എന്തായാലും ഒന്നും കൂടി പോയിട്ട് ചുറ്റികൊക്കെ എടുത്തു വരാം. എവിടെയാണ് ഇപ്പോൾ വെച്ചത്?
ആ ഇതായിരിക്കണം സാധനം. കിട്ടി. വണ്ടി വെയിറ്റിംഗ് ആണ്. എന്താ കുപ്പിയുണ്ടോ നാളെ? ഞാൻ പിടിക്കാം. അത് കൊണ്ടുപോയിക്കോട്ടെ. വണ്ടിയിൽ അവിടെ എത്തിച്ചാൽ ഞാൻ വരാം. ഒക്കെ നല്ല ആത്മാർത്ഥമുള്ള പിള്ളേരാണ്, ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഞങ്ങൾ വെള്ളാരംകള്ളി ഇനി ഞങ്ങൾ കഴുകാൻ പോവാണ്. പക്ഷെ നന്നായി കഴുകടാ. എന്താണ് ചളിയൊക്കെ പോകണ്ടേ? സോപ്പ് എടുക്കണോ? ചകിരി എടുക്കാൻ പോയിട്ടുണ്ട്. ഒരാൾ ടാപ്പ് ഓഫാക്ക്. എന്താണ് നിങ്ങൾ സഹകരിക്ക്. സോപ്പും പൊടി എല്ലാം ഉണ്ട്. ചകിരി ഒന്ന് ഓഫാക്കാരാതിയാ. എന്താണ് നല്ല ഉറച്ച് കഴുകണം കേട്ടോ. ചളി മൊത്തം പോകണം, തിളങ്ങണം. ദേവസാനം കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് നമ്മളെ കല്ല് റെഡിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.